പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം, തൻ്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും ജീവന്റെ സമൃദ്ധിയും വിശുദ്ധിയും സ്നേഹവും സത്യവുമെല്ലാം ധാരാളമായി നമ്മിൽ പകരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാനും ദൈവമഹത്വം ദർശിപ്പാനും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മെ നടത്തുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിപ്പാൻ ദൈവമഹത്വം ദർശിപ്പാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവവചനം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവപ്രസാദമുള്ളൊരു ജീവിതം ജീവിക്കുക എന്നുള്ളതും, ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതമാണ് നിത്യത നാം എവിടെ ചിലവഴിക്കുന്നു എന്നുള്ള ഒരളവിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. ഒന്നുകിൽ നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ നിത്യ തേജസ്സിൽ വസിക്കുന്ന തേജസ്സിൻ്റെ മക്കളായി നാം ഒരുങ്ങുവാനായി ഈ ഭൂമിയിൽ ഏറിയാൽ 70, 80, 100 വയസ്സ് വരെയുള്ള ഒരു ജീവിതം നമ്മെ സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ തൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ജീവിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ള ഒരു ജീവിതം ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യനാശത്തിലേക്ക് പോവുക. എന്നാൽ ജ്ഞാനമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ചേർന്ന് പാപവഴികൾ വിട്ടുതിരിഞ്ഞ് ദൈവമഹത്വം ദർശിച്ച് നിലനിൽക്കുന്ന നിത്യ തേജസ്സിലാക്കി ജീവിക്കുവാനായിട്ട് അവനെ ദൈവം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 18-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്: ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പിന്നെ പാപത്തിൽ രസിക്കുവാനോ പാപം ചെയ്യുവാനോ പോകുന്നില്ല. കാരണം പാപമാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ദൈവവുമായി നമ്മെ നിരപ്പിച്ച് സമാധാനത്തിലാക്കി പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ താൻ മുഖാന്തരം, അഥവാ യേശു കർത്താവ് തന്നെ നീക്കിക്കളഞ്ഞ ആ വലിയ ദൈവപ്രവൃത്തിയിൽ വിശ്വസിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇത്തരത്തിൽ പാപത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞ, അല്ലെങ്കിൽ ദൈവകൃപയിൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും പാപത്തിൽ രസിക്കുവാനോ പാപത്തിൻ്റെ താൽക്കാലിക മോഹത്തിൽ ഭോഗത്തിൽ രസിപ്പാനല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുന്ന തേജസ്സിൻ്റെ മക്കളാകുവാനുള്ളൊരു ആഗ്രഹം, ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ളൊരു ആഗ്രഹം, നമുക്ക് സകലത്തിൽ മാതൃക കാണിച്ചു തന്ന പുത്രനായ യേശുവിനെ പിൻപറ്റുവാനുള്ളൊരു ആഗ്രഹമാണ് ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവജനം പറയാണ്: ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു തിരിച്ചറിവാണ്. കാരണം വക്രതയും കോട്ടമുള്ളൊരു തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് പാപത്തിൽ അല്ലെങ്കിൽ പാപം ഒരു വ്യക്തിയെ പിന്നെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളൊരു ലോകത്ത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജീവിതം ആണ് ദൈവം തൻ്റെ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്: ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളിലല്ല നാം ഇനി ജീവിക്കേണ്ടത്. മറിച്ച് നമ്മളെ വിളിച്ച വിശുദ്ധനത്വവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ള മക്കളായിട്ട് നാം തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു മാത്രമല്ല,
ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ഈ തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കയറി വരുമ്പോൾ അവിടെ അവൻ ജയിക്കുന്നത് ദുഷ്ടനെയാണ്. കാരണം നമുക്ക് യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ആ, നമ്മൾ അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ 4-ാം അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തി. ആ, പരീക്ഷകൻ അടുത്തു വന്നു. പലവിധമായിട്ടുള്ള പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ 40 രാവും 40 പകലും ഉപവസിച്ച യേശുവിൻ്റെ അടുക്കിലേക്ക് യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ഈ കല്ലുകളോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക, കാരണം നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ജലത്തിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വചനം അവിടെ പ്രയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് പിശാച് വരുന്നത്. അവിടെ യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അവിടെ ഒരു ഒരു അവസ്ഥയാണത്. കാരണം ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ തിരുത്തുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം അവിടെ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ആ ഒരു അവസ്ഥ ജയിക്കുന്ന ഒരളവിലേക്ക് ദൈവകൃപയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ജീവിതത്തിലും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വചനത്തിൽ നിന്നും മാറി തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പിശാച് പരീക്ഷിക്കും. എന്നാൽ അവിടെ വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 3 തരത്തിലുള്ള പരീക്ഷ. ഒന്ന് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് പോലെ അവിടെ 3 തരത്തിലുള്ള പരീക്ഷകൾ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും അതിനെല്ലാം യേശു കർത്താവ് ജയിക്കുകയും തുടർന്ന് അവിടെ പറയുന്നുണ്ട്, പിശാച് അവനെ വിട്ടുപോയി. അപ്പോൾ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി എന്ന് 13-ാം വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നത്, യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ പരീക്ഷ ഒരു വ്യക്തിയെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആത്മാവിൻ്റെ ശക്തിയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദുഷ്ടൻ അവനെ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി സാഹചര്യങ്ങളെ ജയിക്കുമ്പോൾ, പരീക്ഷകനാണ് പരീക്ഷിക്കുന്നതെങ്കിലും അവിടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വചനത്തെ മുറുകെ പിടിച്ച് ആ സാഹചര്യത്തെ ജയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടൻ അവനെ തൊടുന്നില്ല, പിശാച് അവനെ വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. പരീക്ഷകൻ അവനെ വിട്ടുപോയി എന്ന് പറയുന്നത് പോലെ നമ്മളെയും ആ സാഹചര്യത്തെ ജയിക്കുന്ന ഓരോ വ്യക്തികളെയും വിട്ട് പിശാച് പോവുകയും ആ വ്യക്തി ഈ വചനത്തെ മുറുകെ പിടിച്ച് അതിനെ ആ സാഹചര്യത്തെ ജയിക്കുന്ന വ്യക്തി ആത്മാവിൻ്റെ ശക്തിയോടെയാണ് തുടർന്ന് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അളവിലേക്ക് നമ്മളും കയറി വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ വചനം ക്രിയ ചെയ്യണം. ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ താൻ സൂക്ഷിക്കുന്നു, പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാത്തൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വളർന്നു വരുന്നൊരു കാലയളവിൽ പലപ്പോഴും വീഴ്ചയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപ നമ്മളെ സഹായിച്ച് ലംഘനങ്ങളെ മറച്ചുവെക്കുകയല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. തത്സമയം കരുണ ലഭിപ്പാൻ കൃപാസനത്തിലേക്ക് ഓടി വരുവാനായിട്ട് ജീവനുള്ള പുതിയ വഴി കർത്താവ് നമുക്ക് തുറന്നിട്ടുള്ളതുകൊണ്ട് കുറ്റബോധത്തിലും നിരാശയിലും ആരും പോകേണ്ട കാര്യമില്ല. കർത്താവിനോട് നമ്മളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് സാഹചര്യങ്ങളെ മനസ്സിലാക്കി വചനത്താൽ അതിനെ ജയിച്ച് ഒരു ജയാളിയായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഓരോരോ വചനത്തിൻ്റെ അനുസരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വചനം പറയാണ്, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇങ്ങനെയെങ്കിൽ ഈ ഒരു അളവിലേക്ക് കയറി വരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപീകരണ സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യം, ഒരു തിരിച്ചറിവ് ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ എഴുതുവാൻ, ഹൃദയത്തിൻ്റെ മാംസപലകളിൽ ഇത് എഴുതുവാൻ, പാപത്തോട് പോരാടേണ്ടതിന് പ്രാണത്യാഗത്തോട് നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല എന്ന് ദൈവജനത്തിൽ പറയുന്ന പോലെ പാപത്തോട് പോരാടുന്നൊരു ജീവിതം ജീവിക്കാനായിട്ടൊക്കെ
കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ദുഷ്ടൻ്റെ ഇടപെടാതെ കാക്കുന്ന ദൈവപ്രവർത്തികൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് കൃപ വ്യർത്ഥമായി പോകാതെ ജീവിപ്പാൻ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണം. ചിന്തിരിപ്പുകളും കലക്കങ്ങളും പിണക്കങ്ങളൊക്കെ മാറി ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനുള്ള ഹൃദയം എല്ലാവർക്കും നൽകുകയും പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യും. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കും. കർത്താവെ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെ ആവശ്യങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ കൃപ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.